ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നത് നമ്മളെ പ്രാകളെ വിശേഷങ്ങൾ പറയാനാണ്. അതോടൊപ്പം നിങ്ങൾ ബാക്കിൽ കാണും വായ്ക്കൂട് മൊത്തം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നിന്നത് ചാക്കിലായിരുന്നു. ആ ചാക്കിൻ്റെ മണ്ണ് മൊത്തം പോയതുകൊണ്ട് വായ്ക്കൂട് പൊട്ടിപ്പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നന്നാക്കണം. എന്തായാലും പറത്തുന്നില്ലല്ലോ, അതുകൊണ്ട് സാവധാനം അത് നന്നാക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുമ്പ് ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ ആ വായ്ക്കോട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ വായ്ക്കോട് വെച്ചത്. അപ്പോൾ ഫുള്ളും മണ്ണ് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ പടനയൊക്കെ എടുത്തിട്ട് മണ്ണ് എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇങ്ങോട്ടാണ് ഇനി മാറ്റാൻ പോകുന്നത്. പക്ഷേ അത് ഇന്നൊന്നല്ല, കുറേ കഴിയും. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡൊക്കെ മാറ്റണമെന്നുണ്ട്. ഫുള്ള് ചെതലൊക്കെ തിന്നുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വായ്ക്കൂടിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. അപ്പോൾ വായ്ക്കൂടി ഇപ്പോൾ മര്യാദയ്ക്കൊന്നും നിൽക്കില്ല, ചാക്കിൻ്റെ ബലത്തിലല്ല നിന്നത്. അപ്പോൾ സൈഡിലേക്കൊക്കെ ചരിഞ്ഞാണ് നിൽക്കുന്നത്. എന്തായാലും പുതിയ വായ്ക്കൂട് ഉണ്ടാക്കണം. ഈ പലകയൊക്കെ പോക്കണം, പുതിയ പലകയൊക്കെ ആക്കണം. അപ്പോൾ വളഞ്ഞു പോയിട്ടുണ്ട് ഫുള്ളും. അപ്പോൾ എന്തായാലും ഇത് സാവധാനമാക്കിയാൽ മതി. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് വായ്ക്കൂടിൻ്റെ. ഇനിയിപ്പോൾ പ്രായന വെയിലൊള്ളിക്കാനൊന്നും പറ്റൂല. അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടുന്ന് വെയിലൊള്ളിക്കാൻ സൈഡിലേക്ക് വെച്ചാണ്. അപ്പോൾ ഞാൻ ഈ മണ്ണൊക്കെ എടുത്തിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ സ്റ്റാൻഡൊക്കെ മര്യാദയ്ക്ക് ഈ സൈഡിലേക്ക് വെക്കണം. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും പറയാനല്ല, നമ്മളെ വായ്ക്കൂടിൻ്റെ സൈഡിലേക്കാണ് സ്റ്റാൻഡ് വെച്ചത്. പിന്നെ കുറച്ച് അവിടെ മണ്ണുണ്ടായിരുന്നു, അത് നമ്മളെ അപ്പുറത്തെ കണ്ടത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പുതിയ വായ്ക്കൂട് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ചാക്കിലായിരിക്കില്ല ഉണ്ടാക്കുക. ചാക്കിലുണ്ടാക്കിയിട്ട് കാര്യമില്ല, വെയിലും മഴയൊക്കെ ഉണ്ടാകുമ്പോൾ ചാക്ക് പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വായ്ക്കൂടിനെ കൊണ്ട് ഇനി ഉപകാരമൊന്നുമില്ല, ഫുള്ള് നാശമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ സ്റ്റാൻഡ് കാണിച്ചില്ലായിരുന്നു. സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇത് ഉണ്ടാക്കുന്നതും കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റാൻഡിൻ്റെ മുകൾ വശം. കണ്ടാൽ ഇങ്ങനെയാണ്. അപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് വായ്ക്കൂടൊക്കെ സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം നമ്മൾ അവിടെ കുറച്ച് മണ്ണുണ്ട്, അതെടുക്കാൻ മറന്നുപോയിട്ടുണ്ട്. അത് നമുക്ക് എടുക്കണം. അപ്പോൾ ഇവിടെ മണ്ണുണ്ട്. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ മഴ അല്ലെങ്കിൽ വെള്ളമാക്കിയാൽ മാത്രമേ പോവൂ, അല്ലെങ്കിൽ ചളിപിടിയാവും അവിടെ. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് കൂടിൻ്റെ ഉള്ളിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മളെ കൂടിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പ്രായനെ പിടിച്ചാക്കേണ്ട ആവശ്യമല്ല. അപ്പോൾ നമ്മളെ വെട്ടുപ്രാവിനെ താനെ തെളിച്ചാൽ മതി. അപ്പോൾ താനെ കൂട്ടിലേക്ക് പോയിക്കോളൂ. അപ്പോൾ അവിടുത്തെ മണ്ണ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇനി ഇങ്ങനെ വല തുറന്നിട്ട് നമുക്ക് പ്രായനെ ഉള്ളോട്ടും അകത്തേക്കും ഒക്കെ അങ്ങനെ തെളിച്ചാക്കാൻ പറ്റും. പിടിച്ചിട്ട് കൂട്ടിലേക്കാക്കേണ്ട ആവശ്യമില്ല, സൈഡിൽ കൂടെ അങ്ങ് നടന്നു പോയിക്കോളും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രായനെ പുറത്താത്തത് കൊണ്ട് വെട്ടുപ്രാവിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അടിച്ചു വെച്ചോളാം. അപ്പോൾ അതേപോലെ നമ്മൾ ഒരു കാര്യം പറയാണ്ട്, അപ്പോൾ നമ്മളെ പ്രാവുകളൊക്കെ മുട്ടിട്ടുണ്ട്. മുകളിലത്തെ കൂട്ടത്തെ ഈ ജോഡി മുട്ടിട്ടുണ്ട്, അതേപോലെ താഴത്തെ ജോഡിയും മുട്ടിട്ടുണ്ട്. അപ്പോൾ മുട്ടത്തിട്ട് ഒരാഴ്ച പോലെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇവരെ എഗ്ഗ് 4 ഉണ്ടായിക്കൊണ്ട് 4 റിസൾട്ട് ഉണ്ടോ നോക്കി. അപ്പോൾ 4 റിസൾട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി മെയിനായിട്ട് കാര്യം പറയാനുള്ളത്, അപ്പോൾ നമ്മളെ എല്ലാ പറത്തുന്ന പ്രാവ് ഉണ്ടായിരുന്നു. അതായത് അപ്പോൾ ഈ പ്രാവ് ഫീമെയിലാണെന്ന് കൺഫേം ആയി. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയത്തെ ഒരു പ്രാവുമായിട്ട് ഇത് ജോഡിയായിട്ടുണ്ട് താനെ. അപ്പോൾ ഇത് നമ്മളെ ഡബിൾ കണ്ണിയാണ്. വാലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പുതിയ വാലൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിലത്തതാണ് മൂത്തത്, അത് അടിയത്തത് ഇളയതാണ്. പക്ഷേ അടിയത്തത് എന്താണെന്ന് അറിയില്ല, നല്ല കുറുകലൊക്കെയാണ്, ആണാണെന്ന് കൺഫേം ആണ്. അപ്പോൾ താനെയാണ് ജോഡിയായത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തേ ഇട്ടിട്ട് 2 പേരെ ഒരു കൂട്ടിലിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവർ താനെ ജോഡി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തോടെ 2 പേരെ കൂട്ടിലിട്ട് കാണിക്കുന്നത്. അപ്പോൾ വേറെ ഒരാൾ മെയിലും ഫീമെയിലും കൺഫേം ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും കൂട്ടിലിട്ട് ജോഡിയാക്കാൻ നിൽക്കൽ. അവർ തമ്മിലൊരു പരിചയമൊക്കെ ആയിട്ട് ജോഡിയിടുക. അത് യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും, കുറേ വീഡിയോ ഉണ്ട് ജോഡി അങ്ങനെ ചേർക്കാമെന്നൊക്കെ. അപ്പോൾ ഈ കൂട്ടിലേക്കൊന്ന് 2 പ്രായനായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ആയതുകൊണ്ട് വലയിട്ടത് കൊണ്ട് നമ്മൾ ഉള്ളോട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവരെ 2 പിടിച്ചിട്ട് ഈ കൂട്ടിലേക്ക് ഇടാം.
അപ്പോൾ ഗൈസ് രണ്ടുപേരെ കൂട്ടിയിലിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് കുറച്ച് നേരം നിരീക്ഷിക്കുക. പ്രാവ് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നോക്കുക. കൊത്തുകൂടുന്നൊന്നുമില്ല. ഇത് പ്രാവ് അടുത്തേക്ക് പോയിട്ട് ചാടുകയാണ് ചെയ്യുന്നത്, കൊത്തൊന്നുമില്ല. കുറച്ച് നേരം അങ്ങനെ നിരീക്ഷിക്കുക. ഓവർ കൊത്തുണ്ട് ഞാൻ എന്തായാലും മാറ്റും. പക്ഷേ എന്തായാലും കൺഫേം ആണ് ഇവർ ജോഡിയാണെന്ന്, അതുകൊണ്ട് കൊത്തുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒറ്റ കൂട്ടിലിടുന്നത്, അതുകൊണ്ടാണ് ആണിന് ഇത്ര ഒരു അഗ്രഷൻ പെണ്ണിനോട്. കണ്ടോ ഗൈസ്, പെണ്ണ് അടുത്തേക്ക് ചെല്ലാൻ നോക്കുന്നുണ്ട് കൊക്കോണ്ടൊക്കെ നോക്കിയിട്ട്. കുറച്ച് താന്നൊക്കെ കൊടുക്കുന്നുണ്ട് പ്രാവ്. കണ്ടോ ഗൈസ്, കൊത്തൊന്നുമില്ല. അപ്പോൾ ഒക്കെ അവർ ജോഡിയായിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അലമ്പില്ല. കുട്ടികളെ കണ്ടാൽ മനസ്സിലാവും. പെൺപ്രാവ് തല കുനിച്ചിട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ സെറ്റായെന്ന് മനസ്സിലായി, കൺഫേം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു കൂടൊക്കെ ഉണ്ടാക്കി കൊടുക്കണോ, ഒരു ബ്രീഡിങ് കേജ് ഉണ്ടാക്കണോ. അത് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ഉണ്ടാക്കുന്ന അപ്ലോഡ് ചെയ്യുക. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വെക്കുക ആ കൂട്. അപ്പോൾ നമ്മളെ ബാക്കിയുള്ള പ്രായനൊക്കെ നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി ഇവരെ തുറന്നു വിടാം. ഇവരെ കൂട് ഇതല്ല. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു കൂട് ഉണ്ടാക്കണം. അതുവരെ ഇവർ രണ്ടാളും സെപ്പറേറ്റ് ആയിട്ട് നിന്നോട്ടെ. അപ്പോൾ ഇനി നമ്മളെ എല്ലാ പ്രാവുകൾ മുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. എന്തായാലും ഇവരൊന്ന് പുറത്തേക്ക് ഇടാം. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് ഇപ്പോഴും അടയിരിക്കുകയാണ്, അതുകൊണ്ട് മുട്ടക്ക് കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇവർ ഇനി പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം. അതോടൊപ്പം നമ്മളെ അടിയത്തെ പ്രാവ് മുട്ട അടയിരിക്കുന്നുണ്ട്, അതുകൊണ്ട് പിടിച്ച് പുറത്തേക്ക് ആക്കുന്നില്ല. അപ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുട്ട കാണിച്ചു തരാം. അപ്പോൾ ഇത് പെൺപ്രാവാണ് അടയിരിക്കുന്നത്. അപ്പോൾ നല്ല ബേസിനൊക്കെ വെച്ച് കൊടുത്തതുകൊണ്ട് അവർക്ക് സുഖമാണ് ഇരിക്കാനൊക്കെ. അപ്പോൾ എന്തായാലും ഇനി ഇവരെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുട്ട കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് എണീച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ മുകളിലത്തെ കൂട്ടത്തെ മുട്ട. അപ്പോൾ 2 മുട്ടയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2-3 കൊള്ളിയൊക്കെ ഉള്ളൂ, ഓവറൊന്നുമില്ല. അപ്പോൾ ഇതിലിപ്പോഴും പ്രാവ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ജോഡി, ആൺപ്രാവ് സൈഡിൽ വന്നെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ പ്രാവിനെ ഒന്ന് പിടിച്ച് പുറത്തേക്കാക്കാം, അല്ലാതെ അത് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. ഒന്ന് ആൺപ്രാവിനെ ഒന്ന് ആദ്യം ഒന്ന് പുറത്തേക്ക് ഇടുക, എന്നിട്ട് പെൺപ്രാവിനെ ഇടാം. നമ്മൾ ആൺപ്രാവിനെ നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെൺപ്രാവിനെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ മുട്ടയിട്ടതാണിത്. അപ്പോൾ വെളിച്ചം കുറവുണ്ടാവും, അത് ഇരുട്ടായത് കൊണ്ടാണ്. ക്യാമറ ഉള്ളോട്ട് വരുമ്പോൾ ഇരുട്ടാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവര് നല്ലപോലെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്, കുഴപ്പമില്ല. എന്തായാലും ഒരു 4 മുട്ടക്കും റിസൾട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി തിരിച്ച് പ്രായനൊന്ന് അങ്ങോട്ടാക്കാം. ഓക്കെ, അവരെ പോയി ഇരുന്നോളൂ. ഓക്കെ, ഇപ്പോൾ ആൺപ്രാവ് ഉള്ളോട്ട് കയറിയിട്ടുണ്ട്, പെൺപ്രാവ് ഇപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ ആൺപ്രാവ് നല്ല രീതിയിൽ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ കൂട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ആൺപ്രാവ് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഓല് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഒക്കെ എങ്ങനെയാണ്. അപ്പോൾ നമ്മളെ പ്രാവിനൊക്കെ തുറന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു കുഞ്ഞിനെ നമ്മൾ തുറക്കാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ അതിനെയും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞ്, ഒരു 2 കള്ളിയായ കുഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ പറത്തിക്കുന്ന ടൈമായിരുന്നു, പക്ഷേ ഇപ്പോൾ ചൂടായതുകൊണ്ട് നിർത്തി വെച്ചാണ് പറത്തിക്കുന്നത്. അപ്പോൾ ഇനി മഴ സീസണിൽ ഇനി ഇത് പറക്കുമെന്ന് അറിയില്ല നീര് വെച്ചിട്ട്. അപ്പോൾ എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഒക്കെ ഇങ്ങനെയാണ്. മുകളിലത്തെ കൂട്ടിലൊന്നുമില്ല, കാലിക്കൂട് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കുഞ്ഞനാണ് നമ്മളെ അള്ളാടി അടിച്ചത്, പ്രാവിടി എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും രാവിലത്തെ അവസ്ഥ എങ്ങനെയാണ്. ഇനി വൈകുന്നേരം തീറ്റ കൊടുക്കുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാം, ഒരു ജോഡി അടിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രാവ്, നമുക്ക് താനെ ജോഡിയായതാണത്. കണ്ടോ ഗൈസ്, കൊക്കോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ മനസ്സിലായേ, കൊക്കോ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടാണ് ജോഡിയായെന്ന് മനസ്സിലായേ. അപ്പോൾ എന്തായാലും ഓല അവിടെ വെക്കട്ടെ. ഇനി നമുക്ക് വൈകുന്നേരം വரைക്കും തീറ്റ എടുക്കുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഉള്ളിലും ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും പുറമേ ആണ്. ഇനി നമുക്ക് എല്ലാവരെയും ഒന്ന് പിടിച്ച് കൂട്ടിലാക്കണം.
പിടിച്ച് കൂട്ടിലാക്കിയിട്ട് പിന്നെ ഓരോ ആൾക്ക് ഓരോ ജോഡിക്കായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നായിട്ട് കൊടുക്കുമ്പോൾ എന്തായാലും തല്ല് കൂടും, അതുകൊണ്ടാണ് ഓരോ ജോഡിക്കായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവരൊക്കെ പിടിച്ചിട്ട് കൂട്ടിലേക്ക് ആക്കട്ടെ. അപ്പോൾ ഗൈസ് എല്ലാ പ്രായവും നമ്മൾ കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പൊന്ന് ഇവിടെ വെച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഗോതമ്പാണ് കൊടുക്കൽ ഇവിടെ, വേറെ ഒന്നും കൊടുക്കലില്ല. അപ്പോൾ ഈ ഗോതമ്പൊന്ന് നമുക്ക് അവിടെ നിലത്ത് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ജോഡീൻ്റെ കൂടെ അങ്ങ് തുറന്നു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് തുറന്നത് നമ്മളെ താനെ ജോഡിയായ ഒരു ജോഡിക്കാണ്. അതേപോലെ നമ്മളെ കുഞ്ഞിനെ ഒന്ന് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിന്നെ സീനില്ല, ഒരു കൊത്തുകൂടുന്നൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് 3 പേരെ അങ്ങ് ഇട്ട്. പക്ഷേ താഴത്തെ കൂട്ടത്തെ 2 ജോഡിയും നല്ല കൊത്താണ്, ആണും കൊത്തും പെണ്ണും കൊത്തും, അപ്പോൾ ഫുള്ളും കച്ചറിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് കൊടുക്കുന്നത് എല്ലാവരും. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ കാനയിൽ വെള്ളം നിറച്ചെടുക്കണോ, അത് പോയി ചെയ്യാം. അപ്പോൾ വേറൊരു കാര്യം, അപ്പോൾ നമ്മൾ അവൈക്കൂട് പൊട്ടിയത് കൊണ്ട് നമ്മളെ ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് കൊടുക്കുന്നത് 3 പേർക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ ക്യാനൊന്നും എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് നേരം തപ്പി നോക്കിയപ്പോഴാണ് നമ്മളെ ഡബിൾ കണ്ണിക്ക് വെള്ളത്തിൻ്റെ ക്യാന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 2 പ്രാവ് വെള്ളം കുടിക്കില്ല, അപ്പോൾ ഒന്ന് സിറിഞ്ചിൽ അടിച്ചു കൊടുക്കേണ്ടി വരും, അത് സീനില്ല. അപ്പോൾ ഗൈസ് നമ്മൾ 2 പ്രാവിനൊന്ന് വെള്ളം സിറിഞ്ചിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ അവർ 2 ആളും കുടിച്ചില്ല, നമ്മളെ കുഞ്ഞനും അതേപോലെ വെള്ളപ്രാവും. അപ്പോൾ അവർക്കൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇവർ 3 പേരും ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടിയത്തെ ഒരു ജോഡീനെ തുറന്നു കൊടുക്കാം. അപ്പോൾ അവരും കൂടി കഴിച്ചോട്ടെ പോയി. അപ്പോൾ ഗൈസ് അവർ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി മുകളിലത്തെ ജോഡീൻ്റെ ഇത് ഒന്ന് തുറന്നു കൊടുക്കാം, കൂട്. അപ്പോൾ അവരും കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാ പ്രാവുകളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്കും കൂടി ഒന്ന് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവുകളൊക്കെ ഫുഡ് കഴിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രാവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നളിച്ചോട്ടെ കുറച്ച് നേരം. അപ്പോൾ താഴത്തെ ജോഡി ഇപ്പോഴും കുറച്ചും കൂടിയൊക്കെ കൊത്തി തന്നുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഇട്ട കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊന്ന് കാണാം, പുറമൊക്കെ നല്ല ഇരുട്ടുണ്ട്. സമയം ഒരു 7 മണി ആവാനായിട്ടുണ്ട്. ഈ സമയത്താണ് പ്രാവ് തീറ്റ കൊടുത്ത് കയ്യിൽ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഒരു കൂടുണ്ടാക്കുന്ന വീഡിയോ ആക്കി വരാം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.